ഇത് അമ്പഴമാണ്. കാട് പോലെ പിടിക്കും. 3 വർഷമായി ഇതിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇത് പൊക്കം വെച്ചാൽ തന്നെ 25 കൊല്ലം കഴിഞ്ഞാൽ ഇത് എത്ര പൊക്കം വയ്ക്കും? കൂടിപ്പോയാൽ ഇതൊരു 5 അടിയോ 10 അടിയോ കൂടെ പൊക്കം വയ്ക്കും. അത്രേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇതിനകത്തൊരു 600 കായുണ്ട് ഇതിന് മാത്രം. മൊത്തം ഇത് കംപ്ലീറ്റ് ഇലയെക്കാട്ടി കൂടുതൽ കായാണ്. എപ്പോഴും അതിന് സീസണൊന്നുമില്ല. വേനൽക്കാലത്ത് മാത്രം ഇത് എത്തി ഒന്ന് മങ്ങി നിൽക്കും. ഇത് ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഉപ്പിലിട്ടാനും കൊള്ളാം. മറ്റേ നമ്മൾ കട്ട് മാംഗോ വയ്ക്കൂലേ, അതുപോലെ വെച്ചാലും നന്നായിരിക്കും. വേപ്പാണ് ഇത്. ആടലോടകം നാട്ടിൻപുറങ്ങളിലൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്ന സാധനമാണ്. വേദനയ്ക്ക് അങ്ങനെ ശ്വാസകോശ സംബന്ധമായ ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വലിയ വലിപ്പമല്ല, എന്നാലും നിറം നല്ല രീതിയിൽ നമ്മളെ ചീമപ്പേരക്കയുടെ ആ നിറം വരും. പക്ഷെ നമുക്ക് കിട്ടത്തില്ല. അതിന് മുമ്പ് പക്ഷികൾ കൊണ്ടുപോകും. നീലക്കൊടുവേലി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പന്റെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടാകും. ചെറിയുടെ ചെടി നിപ്പുണ്ട്. കായ ഉണ്ടാകുമ്പോൾ അതിന്റെ നിറം വന്നിട്ട് ചുവപ്പാണ്. ഉപ്പന് ഈ ചുവന്ന പഴങ്ങളോട് താല്പര്യം കൂടുതലായതുകൊണ്ട് ഉപ്പൻ ഇതിൽ വന്നിരുന്നിട്ട് ചെറിയിൽ വന്നിരുന്നിട്ട് ആ കായകളൊക്കെ ഉപ്പൻ തിന്നും. ഉപ്പൻ തന്നെയാണ് അത് കൂടുതലും കഴിക്കണം. ഇത് വയണയാണ് ഈ അപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാവൽ, അത് വലിയ മരമാകുന്നതാണ്. നീലാമരി ഈ ഹെയർ ഡൈയിലൊക്കെ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന സാധനമാണ്. ഹെന്ന പൗഡർ കിട്ടും പോലെ നീലാമരി പൊടി വാങ്ങിക്കാൻ കിട്ടും. എത്ര വരുന്ന കൂടിപ്പോയോ 200 ഗ്രാമോ 250 ഗ്രാമോ വരും. 50 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി നാള് മുടി കറുപ്പായിട്ട് നിലനിർത്തും. ഇതിപ്പോൾ കൊണ്ടുവച്ചിട്ട് ഒരു 2 മാസമൊക്കെ ആവുള്ളൂ. പക്ഷെ ഇത് വലിയ മരമൊന്നും ആവൂല. ഒരു ഇടത്തരം ഇത് ഈ ലെവലിൽ ഇങ്ങനെ. ഇത് ചെറിയാണ്. ആപ്പിൾ ചെറി എന്ന് പറയുന്ന സാധനം വലിയ പടർന്ന് നിൽക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈ സൈഡ് കുറേ വെട്ടി. വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു സൈഡ് വെട്ടി. മറ്റ് ചെടികൾക്ക് തടസ്സമായിട്ടുമൊക്കെ നിന്നതുകൊണ്ടാണ് അങ്ങനെ വെട്ടിയത്. ഈ സൈഡ് വെട്ടിയില്ല. ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്ന സമയമാണ്. ഒരുപാട് കായ്കളുണ്ട്. ഒരു 3 മാസത്തിലൊരിക്കലൊക്കെ കായ്ക്കും. കായ്ക്കുമ്പോൾ നിറച്ച് കായും ഉണ്ടാവും. അത് നല്ല പഴുത്തതാണ്. അത് കഴിക്കാൻ കൊള്ളാം. ഞാൻ നേരിട്ട് ഇത് ചെടിയിൽ നിന്ന് പറിച്ച് തന്നെ കഴിക്കും. കഴിവാനൊന്നും നിൽക്കില്ല. മൾബറിയാണ്. ഒരു തവണ കാച്ചിട്ടുണ്ട്. കൊണ്ടുവച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ കാച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇതുവരെ കാച്ചിട്ടില്ല. ജാതിയാണ്. വെച്ചിട്ട് ഏതാണ്ട് 2-3 കൊല്ലമായി. വളരെ സ്ലോയിലാണ്. പക്ഷേ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. തട്ടായിട്ടേ വളരുള്ളൂ. ഒരു തട്ട് വളരുമ്പോൾ ഇങ്ങനെ ചുറ്റി വളരും. ഈ കാണുന്ന ഒരു തട്ടാണ്. ഇനി അടുത്ത തട്ട് വരാനായിട്ട് കുറേ നാളെടുക്കും. ഇപ്പൊ വന്നതാണ് ഈ തട്ട്. ആ തട്ട് മുഴുവനായിട്ടില്ല. ഇനി അടുത്ത തട്ട് വരാനായിട്ട് ഒരു വലിയ ലോങ് ടൈം എടുത്തിട്ട് അടുത്ത തട്ട് വരുള്ളൂ. റംബുട്ടാൻ പക്ഷെ അതും സ്ലോ ഗ്രോത്ത് ആണ്. എന്നാലും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ബട്ടർ ഫ്രൂട്ട്, അവക്കാഡോ എന്ന് പറയും ആ സാധനമാണ്. അത് അവക്കാഡോ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ചെടിച്ചട്ടിയിൽ അത് കഴിച്ച ശേഷം അതിൻ്റെ വിത്ത് കുരു പാകി എടുത്തതാണ്. ഈ കാണുന്നത് വയമ്പാണ്. പൂക്കുമ്പോഴത്തേക്ക് ഒരു വെള്ളയും ചെറിയ വയലറ്റ് നിറമായിട്ട് വരുന്ന പൂവാണ് വരുന്നത്. ഒരു തവണ ഇത് പൂത്തിട്ടുള്ളൂ. കൃഷിയിലോട്ട് ഇറങ്ങണം. അതുകൊണ്ട് സ്വയം ഗുണം ഉണ്ടാക്കണം, സമൂഹത്തിന് നല്ലതും ഉണ്ടാക്കണം. അല്ലെങ്കിൽ തന്നെ എന്തൊക്കെയാണെങ്കിലും കുറേ ഓക്സിജൻ അന്തരീക്ഷത്തിൽ കൊടുക്കാൻ പറ്റുമല്ലോ. അത് തന്നെ ഏറ്റവും വലിയ പുണ്യം.